എവിടാ വീട്? വയറ്റില. ആരുടെ വയറ്റില? കൊച്ചിയിലെ വയറ്റില. കൊച്ചിയിലെ എല്ലാരും വയറ്റിൽ തന്നെ. അതൊരു സ്ഥലമാ. ഹിന്ദി അറിയോ? മാലു. മാലു അല്ല, ഞാൻ ബെന്നി. ഹിന്ദി പറഞ്ഞതാ. ഇനി പറയണ്ട. വീട്ടിലാരൊക്കെ ഉണ്ട്? സിസ്റ്റർ. ഏത് മഠത്തിലെ സിസ്റ്റർ? സഹോദരി ഉണ്ട്. അനിയത്തി? സാറ. ഏത് സ്കൂളിലെ സാറാ? അവളുടെ പേരാ സാറ. സാറിന് നല്ല പരിചയം. ഏത് സ്കൂളിലാ പഠിച്ചേ? ആറാർവി. അവിടെ നിന്നിറങ്ങിയ ഏത് ഇയറിലായിരുന്നു? ഇറങ്ങിയപ്പോ 2 ഇയറും ഉണ്ടായിരുന്നു. എന്ത് ചെവിയല്ലേ ഇയർ? വർഷം? എനിക്കൊന്നും ഓർമ്മയില്ല. ഞാൻ അവിടെ പഠിച്ചേ. എന്റെ പേര് അറിഞ്ഞൂടെ? എല്ലിൽ തുടങ്ങും. എല്ലിലായാലും മാംസത്തിലായാലും എനിക്ക് ഓർമ്മയില്ല. സാറിന്റെ ഭാര്യ വീണ? വീണില്ല. ഞാൻ അൺമാരീഡ് ആണ്. കോളേജിൽ ഒരു ക്രഷ് ഇല്ലായിരുന്നോ? പനി പിടിച്ചു കിടന്നപ്പോ എനിക്ക് എന്റെ മോളെ ഉണ്ടായിരുന്നുള്ളൂ. ഏത് മോള്? പാരസെറ്റാമോള്. എനിക്ക് ലൈനൊന്നും ഇല്ല സുഹൃത്തെ. സോറി സാർ. എന്തിനു സോറി? സാറിന് പെണ്ണ് കിട്ടാത്ത കാര്യം അറിയില്ലായിരുന്നു. കിട്ടാത്തോണ്ടല്ല, ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടാ. കിട്ടാത്ത എല്ലാരും ഇങ്ങനെയാ സാർ പറയുന്നേ. താൻ ഇന്റർവ്യൂവിന് വന്നാണോ എന്നെ കെട്ടിക്കാമെന്നാണോ? കെട്ടിക്കാൻ അല്ല, ഇന്റർവ്യൂവിന്. ഇതൊരു മൾട്ടിനാഷണൽ കമ്പനിയാണ്. അതുകൊണ്ട് എന്റെ ചോദ്യങ്ങളും ഹൈ ലെവൽ ആയിരിക്കും. ഓക്കെ സാർ. 1947 ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്നും പിൻ വാങ്ങാനുള്ള കാരണം എന്താണ്? സ്വാതന്ത്ര്യം കിട്ടിയോണ്ട്. അല്ല, അന്ന് ബ്രിട്ടനിൽ പിന്നുണ്ടാക്കി തുടങ്ങിയിരുന്നില്ല. അതുകൊണ്ട് അവർ ഇന്ത്യയിൽ നിന്നും പിന്നു വാങ്ങി. ഒരു മാവിൽ 5 പഴുത്ത മാങ്ങ നിൽക്കുന്നു. രമേശൻ സ്കൂളിൽ പോയപ്പോൾ 1 വീണു, തിരിച്ചു വന്നപ്പോൾ 1 വീണു. ബാക്കി മാവിൽ എത്ര മാങ്ങ? 2 വീണില്ലേ? അപ്പൊ ബാക്കി 3. വീണത് രമേശനായിരുന്നു. മാവിൽ ഇപ്പോഴും 5 മാങ്ങയുണ്ട്. ടഫ് ക്വസ്റ്റ്യൻ ആയിരുന്നല്ലേ? തനിക്ക് ഈ കമ്പനിയിൽ നിന്നും എന്താ വേണ്ടത്? ഒരു പണി വേണം. അതിവിടെ നിന്ന് എന്തായാലും കിട്ടിക്കോളും. സാലറി ഇല്ലെങ്കിലും ജോലിക്ക് ഇവിടെ കുറവുണ്ടാവില്ല. സാലറി കൂടില്ലേ? പിന്നെ 10 വർഷം കൂടുന്തോറും 100 രൂപ വെച്ച് കൂടും. യു ആർ എ ലക്കി മാൻ. ലീവ് കിട്ടില്ലേ? 2 തരം സ്കീമാണുള്ളത്. എപ്പോ വേണോ ലീവ് എടുക്കാൻ പറ്റുന്ന സ്കീമും 20 ലീവുള്ള സ്കീമും. പൊളി. 20 ലീവുള്ള സ്കീമിൽ 20 ലീവ് ഉണ്ട്, പക്ഷെ ഒന്നും എടുക്കാൻ പറ്റില്ല. എപ്പോ വേണോ ലീവ് എടുക്കാൻ പറ്റുന്ന സ്കീമിൽ 2 വർഷത്തിൽ 1 ലീവേ ഉള്ളൂ, അതും ഹാഫ് ഡേ. അത് എപ്പോ വേണോ എടുക്കാം. ഷിഫ്റ്റ് എങ്ങനെ? ലിഫ്റ്റ് വർക്കിംഗ് അല്ല. ജോലി സമയം എല്ലാ സ്ഥലത്തെയും പോലെ 24 മണിക്കൂറൊന്നും ജോലി ചെയ്യണ്ട. 23 മണിക്കൂറും 50 മിനിറ്റും വർക്ക്, 10 മിനിറ്റ് റെസ്റ്റ്. ഫോൺ അലൗഡ് അല്ലേ? പിന്നെ അത് മതി. ജോലിക്ക് ഇറങ്ങുന്നതിന് മുമ്പ് സ്വിച്ച് ഓഫ് ആക്കി ഓഫീസിൽ വെക്കുക. 10 മിനിറ്റ് റെസ്റ്റ് ഉള്ളപ്പോ 20ാമത്തെ നിലയിലുള്ള ഓഫീസിൽ വന്ന് ഫോൺ ഉപയോഗിക്കാം. അതും ലിഫ്റ്റ് വർക്കിംഗ് അല്ല. ബട്ട് ഒരു സിമ്മിന് റേഞ്ച് ഉണ്ടാവില്ല. ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടോ? ഉണ്ടോന്നോ? ജോലിക്കിടയിൽ മരിച്ചാൽ കമ്പനി ആംബുലൻസിൽ വീട്ടിലെത്തിക്കും. അതിന്റെ പൈസ സാലറിന്ന് പിടിക്കും. ഇന്ന് തന്നെ ജോയിൻ ചെയ്യുമല്ലേ? ഞാനൊന്ന് ആലോചിക്കട്ടെ. ഇത്ര ആലോചിക്കാൻ എന്താ? ഇത്രയും നല്ലൊരു ജോലി വേറെ എവിടെ കിട്ടും? ഫുൾ ഓഫർ. എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ പോയേനെ.